പുതിയ സർക്കാർ വന്നാൽ ഉടനെ വാവാ സുരേഷിനെ പോകും. ഒരു വനം വകുപ്പിൻ്റെ സംവിധാനത്തിൽ കേരള സർക്കാരിൻ്റെ സംവിധാനത്തിൽ നടക്കുന്നൊരു ട്രെയിനിങ് പീരീഡ് ക്ലാസ്സിൽ നടന്നൊരു ചർച്ചയാണ് കേരളത്തിലാണ്. അപ്പോൾ അവർക്ക് ഈ പേര് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഞാൻ എൻ്റെ കളറാണോ അല്ലെങ്കിൽ ഞാൻ കിട്ടുന്ന മറ്റെന്തെങ്കിലും ആണോ, എൻ്റെ വിശ്വാസങ്ങളാണോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഇപ്പോൾ കേരളത്തിൽ എനിക്കെതിരെയുള്ള ഒരു ബെൽറ്റാണ്. അത് മാത്രമേ വേറൊരു വൃത്തിയുണ്ട്. ഒരു പാമ്പിനെ സഞ്ചി കയറ്റെടുക്കുന്ന സമയം എത്രയാണ് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ കാണുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്നല്ല, 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ട് അത് ജാക്കി കയറ്റുന്നു. എന്നിട്ട് എഡിറ്റ് ചെയ്തൊരു 2 മിനിറ്റോളം ഇട്ടിട്ട് 2 മിനിറ്റ് കൊണ്ട് ആ പാമ്പിനെ കൂട്ടി. ഒരിക്കലും ഒരു മരണം നടന്നാലും ഞാൻ അവിടെ സഞ്ചരിക്കുന്നു, അവിടുത്തെ ആൾക്കാരെ വിളിക്കും, നാട്ടുകാരുള്ള അറിയാലോ, ഉത്തരക്കൊലൊക്കെ അറിയാലോ, ഞാനാണ് കുത്തിപ്പോയിക്കുന്നത്. അപ്പോൾ ആരും ഒരുത്തൻ്റെ തലയിൽ ഒതുച്ചില്ല, എല്ലാവരും സ്വാഭാവിക മരണം എഴുതി തള്ളിയാണ്. പക്ഷേ എനിക്ക് എല്ലാം സംശയം, എല്ലാം. കാരണം അതിന് മുന്നേ ഞാൻ ഒരു സോമൻ കൊലക്കേസിലെ സാക്ഷിയായിരുന്നു. അത് ഞാനാണ് കുത്തിപ്പോയിക്കുന്നത്. ആ പ്രതികളെ വരെ ഞാനാണ് പോലീസിന് പറഞ്ഞത്. ആ പ്രതികളെ വരെ പറഞ്ഞിട്ട് ഞാൻ ഒരു കൊലക്കേസ്. ഇപ്പോൾ പാമ്പടി കിട്ടുന്നു നമുക്ക്. 110 വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച മരുന്നാണ് ഇന്ന് ഉപയോഗിക്കുന്നത്, ആൻറ്റിവെനം. പാമ്പ് കടിച്ചാൽ വീട്ടിലിരിക്കാം. നിങ്ങൾക്ക് എത്ര പഠിച്ചിട്ടുള്ളവരാണ്? നിങ്ങൾക്ക് അത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നു. പാമ്പ് കടിയേറ്റാൽ വീട്ടിലിരിക്കുക, ആംബുലാൻസ് വരും കൊണ്ടുപോകാൻ. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മോർച്ചറിയിലേക്ക്, അതേ ശ്മശാനത്തിലേക്ക്. എന്ത് പൊട്ടത്തരങ്ങളാണ് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. ഈ മരണത്തിൽ പാമ്പ് കടി ഏൽക്കുന്നതിനേക്കാട്ടിലും അതുപോലെ ചികിത്സാ പിഴവും കൂടി ഒരു ഭാഗമായിരിക്കും. 100% എന്നെനിക്ക് പറയാം, ഉറപ്പായിട്ട് പറയാം. 100% ഉറപ്പായിട്ട് ഞാൻ പറയാം, ഉറപ്പ്. ഈ കിറ്റിൻ്റെ കാര്യം, ഈ പാമ്പ് പിടിക്കുന്ന ഒരു കിറ്റിനെ പറ്റിയിട്ട് ഞാനും കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാമ്പിൻ്റെ, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്, ഈ പാമ്പിന് ഒരു സ്പൈനൽ കോഡ് ഭയങ്കര വീക്കാണെന്നും, അപ്പം ഇത് നമ്മൾ കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ അതിനെ തൊടാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ കിറ്റിൻ്റെ പ്രാധാന്യം അവിടെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ചേട്ടൻ ഈ പറഞ്ഞ 13ാമത്തെ അല്ലെങ്കിൽ 14ാമത്തെ വയസ്സ് മുതൽ ഇന്ന് വരെയും കൈകൊണ്ട് തന്നെയാണ് ഈ മാത്രമല്ല, ഇതിനു മുന്നേ എല്ലാ ലോകത്തുള്ള എല്ലാ പാമ്പ് കൊടുത്തക്കാരും അങ്ങനെയല്ല ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട്? ഇത് ഇപ്പോൾ കേരളത്തിൽ എനിക്കെതിരെയുള്ള ഒരു ബെൽറ്റാണ്. എനിക്ക് മാത്രം എൻ്റെ പേരിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച രാജേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വാമനപുരത്തുള്ള രാജേഷ് കാലൊടിഞ്ഞു കിടന്നു. അപ്പോൾ ഈ ഓഫീസർ വിളിച്ചിട്ട്, രാജേഷ് ഈ സംഘടനയിൽ നിന്ന് ആരെങ്കിലും നിന്നെ കാണാൻ വന്നോ? ഇല്ല എന്ന് പറഞ്ഞു. വാവാ സുരേഷ് ഏട്ടൻ വന്നെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം. വാവാ സുരേഷ് വനം വകുപ്പും ഞാനങ്ങളൊക്കെ ഭയങ്കര എതിരാണ്. ഞാൻ വനം വകുപ്പിനെതിരല്ല, ഞാൻ ഈ സംഘടനയ്ക്കെതിരാണ്, എതിരാണ് വാവാ സുരേഷ്. അപ്പോൾ അവൻ പുള്ളി പറഞ്ഞതെന്നറിയാം, സാറേ എന്നെ അതിലൊന്നും വലിച്ചിടരുത്, ഞങ്ങൾ 25 വർഷമായി പരിചയപ്പെട്ടു, ഞാൻ എൻ്റെ ചേട്ടനെ പോലെ കാണുന്നു, നിങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം നിങ്ങൾ തമ്മിൽ തീർത്തോന്നു. അതുപോലെ ഇപ്പോൾ ശബരിമലയിൽ ജോലി ചെയ്യുന്ന ബൈജു കോട്ടപ്പാടം, പുള്ളി ഞങ്ങളുടെ ഭയങ്കര കമ്പനിയായിരുന്നു. പുള്ളി അത്യാവശ്യം വരുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും സാമ്പത്തിക നിലക്ക് നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ്. പുള്ളി ഒരു ശബരിമല ഡ്യൂട്ടിക്കാൻ നേരത്ത് പുള്ളിയുടെ DP പുള്ളി ഈ പറഞ്ഞ ആൾ നോക്കിയപ്പോൾ ഞാനാണ് നിൽക്കുന്നത്, ഞാനും പുള്ളിയും കൂടെ. അപ്പോൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പുള്ളിയിൽ പറഞ്ഞതല്ല, ബൈജു നിൻ്റെ DPയിൽ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ പിന്നാണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് പുള്ളിക്കോടെ ജോലി കൊടുത്തു. ഇതാ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു ചെറുപ്പക്കാരനെ വെട്ടി. വനം വകുപ്പിൽ ഒരു പാമ്പിനെ പിടിക്കുന്നൊരു വനിതയുണ്ട് കേരളത്തിൽ, തിരുവനന്തപുരത്ത്. അവരെ പേരിൽ എത്ര കേസുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര കേസുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവരെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഇന്നലെ എനിക്ക് പരാതി പറഞ്ഞാൽ, ചേട്ടാ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ വളർന്നു, ഈ പെണ്ണുമ്പിള്ള ഇവിടെ നിന്ന് പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളെ വീടിൻ്റെ പരിസരത്ത് പെരുമ്പാമ്പിനെ കാരണം ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അവർ പുള്ളിക്കാരൻ ഇപ്പോൾ 45-50 വയസ്സായി. പുള്ളിക്കാരൻ ചെറുപ്പത്തിന് ഒരു പാമ്പിനെ കണ്ട് ഇപ്പോൾ ഇവരവിടെ വന്ന് പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയിട്ട് ഡെയിലി പെരുമ്പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വന്നു. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത്, എല്ലാ പാമ്പ് കൊടുത്തക്കാരെ കുറിച്ച്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ പറഞ്ഞ സ്പൈനൽ കോഡിന് കംപ്ലൈൻറ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പാമ്പിനെ വെനം വിളിക്കേണ്ടത് എങ്ങനെയാണ്? പാമ്പിന് പേരിട്ടിട്ട് മണിക്കുട്ടി ലക്ഷ്മി ഇഞ്ഞ് വന്ന് വനം തരാൻ പറഞ്ഞ് തന്നിട്ട് പോകും പാമ്പ്. അപ്പോൾ ലോകത്തുള്ള സയൻറ്റിസ്റ്റുമാരൊക്കെ ഇയാളെ പോലെ പൊട്ടനാണോ? ഇയാൾക്കാർ കൊണ്ട് അതിന് എന്ത് എക്സ്പീരിയൻസാണ് ഉള്ളത്? ഏത് മണ്ണാങ്കട്ടയിൽ എക്സ്പീരിയൻസാണ് ഉള്ളത്? അപ്പോൾ ഈ റിസർച്ച് സെൻ്ററിൽ ഉപയോഗിക്കുന്ന പാമ്പുകൾ, കാലങ്ങൾ ജീവിക്കുന്ന പാമ്പുകൾ അവർ വളർത്തിയിട്ട് പിടിച്ച് മിൽക്ക് ചെയ്യുന്നു, വീണ്ടും കൂട്ടിയിട്ട് തീറ്റി കൊടുക്കുന്നു, അടുത്ത 6 മാസം കഴിയുമ്പോൾ വീണ്ടും പിടിക്കുന്നു, മിൽക്ക് ചെയ്യുന്നു. അപ്പോൾ പാമ്പുകളൊക്കെ വർഷങ്ങൾ ജീവിക്കുന്നതോ? ഇതൊന്നുമല്ല, ഇതെല്ലാം അവർക്ക് ഈ ബിസിനസ് നടക്കണം. ഇതിൻ്റെ നല്ലൊരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്, ആ ഡീല് കാശ് പോകണം, അതിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ് ഈ നടക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. അതാണ് ഈ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഒരു കേസുണ്ട്, ഈ പാമ്പിൻ്റെ സ്പൈനൽ കോഡ് കംപ്ലൈൻറ്റ് വരുമെന്ന് പറഞ്ഞു. ഈ പറയുന്ന ഈ ആൾ ഒരു പാമ്പിനെ കൊണ്ട് 150 രൂപ പിടിപ്പിക്കുക ട്രെയിനിങ്ങിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്ത് മണ്ടത്തിലാണ് എഴുന്നള്ളിക്കുന്നത്. നമ്മൾ പണ്ടത്തെ ജനങ്ങളല്ല, പണ്ടത്തെ ആൾക്കാരല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, അവർക്കിതൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് പാമ്പിനെ പൊക്കി എടുത്തുന്ന ഉയർത്തി എന്ന് പറഞ്ഞാൽ പാമ്പ് എത്തുമെന്ന് പറയുന്നത് എന്ത് വിവരക്കേടാണെന്ന് അറിയാം. അപ്പോൾ ഈ പിടിക്കുന്ന പാമ്പ് കണ്ടില്ലേ ഇങ്ങനെ. അത് മാത്രമേ വേറൊരു വൃത്തിയുണ്ട്. ഒരു പാമ്പിനെ സഞ്ചി കയറ്റെടുക്കുന്ന സമയം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ?
നിങ്ങൾ കാണുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്നുമല്ല 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ട് അത് ജാക്കി കയറ്റുന്നു, എന്നിട്ട് എഡിറ്റ് ചെയ്തൊരു 2 മിനിറ്റോളം ഇട്ടിട്ട് 2 മിനിറ്റ് കൊണ്ട് ആ പാമ്പിനെ കൂട്ടി കയറ്റി. നിങ്ങൾക്ക് അറിയില്ല തോന്നുന്നു ഇതൊക്കെ 1.5 മണി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് വന്നു, നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പാടില്ല? അത് എന്ത് വണ്ണാങ്കട്ടില്ല നിയമം? അത് എന്ത് വണ്ണാങ്കട്ടില്ല നിയമം? എവിടെ അത് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ വന്ന ഏത് വൈൽഡ് ആനിമൽസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാം. പക്ഷെ കാട്ടിനകത്ത് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പേരിൽ കേസെടുക്കാൻ പറ്റും. അപ്പോൾ പോലീസ് സ്റ്റേഷനകത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലൊരു പാമ്പ് വന്നാൽ വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് കാരണം കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മറ്റുള്ളവർ എടുക്കുമ്പോൾ ഇതിൻ്റെ മൊത്തം ടൈം എടുക്കും, എങ്ങനെ പിടിക്കുന്നു എന്നെടുക്കും. അപ്പോൾ മറ്റുള്ളവരത് കാണില്ല, അപ്പോൾ കുറ്റം അതിലേക്ക് വരില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്. എന്നെ മാത്രം നിങ്ങൾക്ക് അറിയാമോ, ഈ കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാറിൽ ഒരു ട്രെയിനിങ് ക്ലാസ് നടന്നു. അവിടുത്തെ അജണ്ട എന്തായിരുന്നു അറിയാം? ഒരു 7 പേര് തീർന്നത് പറഞ്ഞതെന്നറിയാം. പുതിയ സർക്കാർ വന്നാൽ ഉടനെ വാവാ സുരേഷിനെ പൂട്ടും. ഒരു വനം വകുപ്പിൻ്റെ സംവിധാനത്തിൽ കേരള സർക്കാരിൻ്റെ സംവിധാനത്തിൽ നടക്കുന്നൊരു ട്രെയിനിങ് പീരീഡ് ക്ലാസ്സിൽ നടന്നൊരു ചർച്ചയാണ്. കേരളത്തിലാണ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവർക്ക് ഈ പേരിഷ്ടപ്പെടുന്നില്ല. ഇനി ഞാൻ എൻ്റെ കളറാണോ അല്ലെങ്കിൽ ഞാൻ കെട്ടുന്ന മറ്റെന്തെങ്കിലും ആണോ, എൻ്റെ വിശ്വാസങ്ങളാണോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ അതിനപ്പുറം ഇതൊക്കെ വെറും അസൂയ, കുശുമ്പ്, അവരുടെ ചെയ്യുന്ന കൊളരുതായികൾ ഞാൻ വിളിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ ആരെയും അമ്മയ്ക്ക് വിളിക്കുന്നില്ല, അവരെ വീട്ടിലുള്ളവർ അപ്പനെ വിളിക്കുന്നില്ല, ഒന്നും വിളിക്കും. പക്ഷേ എന്നെ ഇതിൽ സംഘടനപ്പെട്ട പലരും പല സ്ഥലത്തു വരുന്ന അപ്പനെയും അമ്മയും പെങ്ങളെ വരെ വിളിച്ച സംഭവങ്ങൾ എനിക്കറിയാം. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചപ്പോൾ ഇവരെ കൂടെ ഇരിക്കുന്നവരെ എന്നെ വിളിച്ച് പറയാം. നിങ്ങൾക്കറിയാമോ ഈ ട്രെയിനിങ് നേടിയ ആൾക്കാർ എവിടെ കൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും? ഇവർക്കറിയാൻ പറ്റും. ഈ ട്രെയിനിങ് നേടിയിട്ട് പോകുന്നു. ഉത്തര കൊലക്കേസ് പോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇനി നടക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ആളിൻ്റെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു അയലോക്കാർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു അടിയോ മറ്റേ കേസാവും. ഇന്ന് ആളുകൾക്ക് എന്താണ്, ഇവിടെ പോയി ട്രെയിനിങ് നേടി കഴിഞ്ഞാൽ പിന്നെ ഇവരോട്ട് യാതൊരു ബന്ധമില്ല, ഇവരെങ്ങ് പോവേണം അങ്ങോട്ടെങ്കിൽ വേറെ ജോലിക്ക്. അപ്പോൾ ഇവർക്ക് അറപ്പ് മടിയൊന്നും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെ അടുത്ത ഒരെണ്ണത്തിനെ കിട്ടും. ഇങ്ങനെ നോക്കി നടന്ന് കിട്ടുമ്പോൾ വൈരാഗ്യമുള്ള ആളുടെ വീടിനകത്ത് കൊണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഉത്തര കൊലക്കേസിന് ശേഷം അഞ്ചൽ ജംഗ്ഷൻ എടുത്ത് അഞ്ചൽ തടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് തോന്നുന്നൊരു എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി ഓസ്ട്രേലിയയിലാണ്. പുള്ളിക്ക് അന്നൊരു വീടുണ്ടായിരുന്നു അവിടെ തന്നെ. പുള്ളിയുടെ ഡൈവോഴ്സായിരുന്നു. അപ്പോൾ ഡൈവോഴ്സ് കഴിഞ്ഞപ്പോൾ പുള്ളി ഒറ്റപ്പെട്ട ആളാണ്, ബാക്കിയുള്ളവർക്ക് വിദേശത്താണ്. അപ്പോൾ പുള്ളി നാട്ടിൽ വരുമ്പോൾ എല്ലാം വൈഫിൻ്റെ വീട്ടുകാർ, കൂലിക്കാർ, വൈഫിൻ്റെ സഹോദരങ്ങൾ, ആൾക്കൂട്ടുകാരെല്ലാം വന്ന് ഈ പാവപ്പെട്ടവനെ എടുത്തിട്ട് അടിക്ക് വരും. അങ്ങനെ പുള്ളി സഹിക്കാൻ പുള്ളി കേസ് കൊടുത്ത സമയത്ത് പുള്ളി എല്ലാ ജനലും വാതിലും എയർഹോളെല്ലാം അടച്ചു. ഒന്നിനും പഴുതില്ല, ഒരു വെള്ളം വരാനോ ഒരു പഴുതില്ല. അപ്പോൾ പുള്ളി ഒരു ദിവസം ലീവിന് വന്ന സമയത്ത് പുള്ളിയുടെ ബാത്റൂമിനകത്ത് വലിയൊരു തടിമാട മൂർഖൻ രാത്രിയിൽ. അപ്പോൾ ഒന്ന് രാത്രി എന്നെ വിളിച്ച് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താ സംഭവം? അത് ഇന്നോ ചേട്ടാ എങ്ങനെയാണ്? ഇന്നോലാണ്, എനിക്ക് ഇന്നാളുടെ സംശയമുണ്ട്. പാമ്പിനെ പിടിക്കുന്ന ആളുടെ പേരും അദ്ദേഹം പറഞ്ഞായിരുന്നു. ഇന്നാളിനെ എനിക്ക് സംശയമുണ്ട്, അവരോട്ട് ഭയങ്കര ടൈപ്പാണെന്ന്. ഞാൻ പറഞ്ഞത് സാധ്യതയില്ലെന്ന്. ഇല്ല, ഉറപ്പാണെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ രാത്രി വെളി ഇറങ്ങണ്ട, നാളെ രാവിലെ വീട്ടിൻ്റെ വെളി ഇറങ്ങിയിട്ട് മഴയുള്ള സമയം വീട്ടിൻ്റെ ചുവറിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും, ബാത്റൂമിൻ്റെ വെന്റിലേറ്ററിൻ്റെ അവിടെ എവിടെയെങ്കിലും ചെവറിൽ ചെരുപ്പ് വെച്ച് ചവിട്ടിയ പാടെന്തെങ്കിലും കൊണ്ടാ നോക്കാൻ പറഞ്ഞു. കൃത്യമായിരുന്നു. ആ ബാത്റൂമിൻ്റെ അവിടെ ജനലിൽ ചെവറിൽ ചവിട്ടിയ ചെരുപ്പ് വെച്ച് ഷൂ വെച്ച് ചവിട്ടിയ പാടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിട്ടിരുന്നു. അപ്പോൾ പുള്ളി കേസിന് പോയില്ല. പുള്ളിക്ക് അടുത്ത ആഴ്ച മടങ്ങി പോവേണ്ടതാണ്. കേസിന് പോയി ഞാൻ തിരിച്ചു പോയി. അതുകൊണ്ട് പുള്ളി അത് വിറ്റുപോയി. ആ സ്ഥലം വിറ്റുപോയി. അതുപോലെ കോഴിക്കോട് ഈ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുന്നേ 2.5 വയസ്സുള്ള കുട്ടി പാമ്പടിയിട്ടുമുണ്ട്. രാവിലെ മോനെ പ്രഭാതത്തിൽ വീടിനകത്ത് ഇറങ്ങി വന്ന് ഒരു സൈക്കിൾ, 3 വീലുള്ള ചെറിയ സൈക്കിൾ ഇങ്ങനെ പിടിക്കുന്നു, കയ്യിലെന്തോ കടിക്കുന്നു. ഉമ്മയോട് പോയി പറയുന്നു, ഉമ്മ പാമ്പ് കടിച്ചു. അപ്പോൾ അവർക്ക് വിശ്വസിച്ചില്ല. അപ്പോൾ കുട്ടി അവർ നോക്കിയപ്പോൾ സൈക്കിളിൽ പാമ്പില്ല, പാമ്പ് ചാടിപ്പോയി. ഹംബിനോസർ മലബാർ പിറ്റ് പോയി പറയാം, മരിച്ചു. അപ്പോൾ ഉടനെ അവരെ വീട്ടുകാർ ബന്ധുക്കൾ എന്നെ വിളിച്ചിട്ട്, സുരേഷ് ചേട്ടാ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അവർ എന്താണ്? അതിങ്ങനെ ഇന്നതുപോലെയാണ്, ഫാമിലി പരിചയം ജീവിക്കണം. അപ്പോൾ ഈ മോനെ കൊല്ലാൻ വേണ്ടി മോൻ്റെ വാപ്പയുടെ വീട്ടിൽ ആരെങ്കിലും പാമ്പുണ്ടിട്ട്. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ലാന്ന്. ഈ മലബാർ പിറ്റി പറഞ്ഞ സാറിന് അവിടെ ഉണ്ട്. അവ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തെ കയറിയിരിക്കുള്ളൂ, പൊക്കത്തിൽ കയറി ചുറ്റി അങ്ങിരിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ അന്വേഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരിക്കലും ഒരു മരണം നടന്നാലും ഞാനവിടെ സഞ്ചരിക്കുന്നു, അവിടുത്തെ ആൾക്കാരെ വിളിക്കുന്നു, നാട്ടുകാരെ വിളിക്കും. അറിയാലോ, ഉത്തരക്കൊലക്കേസ് അറിയാലോ, ഞാനാണ് കുത്തിപ്പോയിക്കുന്നത്. അപ്പോൾ ആരും ഒരുത്തൻ്റെ തലയിൽ ഒതുച്ചില്ല, എല്ലാവരും സ്വാഭാവിക മരണം എഴുതി തള്ളിയാണ്. പക്ഷേ എനിക്ക് എല്ലാം സംശയമാണ്, എല്ലാം. കാരണം അതിന് മുന്നേ ഞാനൊരു സോമൻ കൊലക്കേസിലെ സാക്ഷിയായിരുന്നു. അത് ഞാനാണ് കുത്തിപ്പോയിക്കുന്നത്. ആ പ്രതികളെ വരെ ഞാനാണ് പോലീസിന് പറഞ്ഞു കൊടുത്തത്. ആ പ്രതികളെ വരെ പറഞ്ഞു കൊടുത്തത് ഞാനായിരുന്നു, ഒരു കൊലക്കേസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സംശയത്തോട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് പാമ്പിൽ ഇത്രയും ഉന്നതിയിലേക്ക് എനിക്ക് എത്താൻ പറ്റിയതെന്നുള്ളതാണ്. ഇത്രയും അറിവ് എനിക്ക് എൻ്റേതായ എൻ്റെ നാടൻ ശൈലിയിൽ, എൻ്റെ കേരള ശൈലിയിൽ, എൻ്റെ മലയാള പാമ്പുകളിൽ എനിക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഈ പാമ്പുകളെ പറ്റി പഠിച്ച സമയത്തെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, പാമ്പുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണത് അല്ലേ? നമ്മൾ വിട്ടു കിങ് കോബ്രയിലേക്ക്. കിങ് കോബ്രയ്ക്ക് ഉറപ്പായിട്ട്
നമ്മളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു ഉറപ്പാണ്. കാരണം ഞാൻ ഒരുപാട് നാളുകളിൽ കിങ് കോബ്രയൊക്കെ പിടിക്കുന്ന സമയത്ത് ഒരുപാട് നേരം അവരെ വെച്ച് കളിക്കാറുണ്ട്. നമുക്ക് എന്നാൽ വാരിയെടുത്ത് തറയിലിടാനോ അല്ലെങ്കിൽ 1000 പേരെ കൊണ്ട് പിടിപ്പിക്കാനൊന്നും അല്ല. ഞാൻ ഒറ്റയ്ക്ക് എന്നെ പതുക്കെ സാവകാശം വെച്ചാൽ പഠിപ്പിച്ച് എടുത്ത് ഇങ്ങനെ കുറേ നേരം കളിച്ചു. ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാമ്പിനെ മുന്നിൽ കൂടെ വയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിനൊന്നും ഗ്ലാൻഡ് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഗ്ലാൻഡ് ഒട്ടിയിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അത് റിമൂവ് ചെയ്തിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കിങ് കോബ്ര വെച്ച് ധാരാളമായിട്ട് കളിക്കുന്നത് ഇപ്പോഴാണ് നിങ്ങളൊക്കെ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവരത് വീട്ടിൽ വളർത്തുന്ന പാമ്പുകളാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്നുകിൽ പല്ലളക്കാം, ഗ്ലാൻഡ് റിമൂവ് ചെയ്യാം, വെനം ഞെക്കിക്കളയാം, എന്നിട്ട് പല്ല് പറിക്കാം, പല്ല് വീണ്ടും പൊടിക്കും, മരിക്കില്ല, അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ലൈവാണ് പിടിക്കുന്ന പാമ്പുകളെ ഫോറസ്റ്റുകാരുടെ മുന്നിൽ അവരെ കൂടെ യാത്ര ചെയ്ത് കൊണ്ടുവന്ന് അവരെ മുന്നിൽ വെച്ച് തന്നെ തുറന്ന് വിട്ട് പഠിച്ച് ഇട്ടാണ് ഇതിനെ കാട്ടിലേക്ക് വിടുന്നത്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറേ നേരം അങ്ങനെ അദ്ദേഹത്തിനെ പഠിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞ് വരുമ്പോൾ നാവ് നീളത്തിലേക്ക് വരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൻ പിന്നെ അതങ്ങ് മാറുന്നു. പിന്നെ അവൻ സൈലൻ്റ് ആവുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഞാനിപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കിങ് കോബ്ര 238,000 കഴിയേണ്ടതാണ്. ആളുകളെ പേടി മാറ്റിയപ്പോൾ ഇപ്പോൾ ചാക്കും പടിയും കൊണ്ട് എല്ലാവരും പിടിച്ചു തുടങ്ങി. പക്ഷേ പിടിക്കുന്നതൊന്നും സർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയും കൊണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ 238 പിടികൂടി. അപ്പോൾ ഇതിനെല്ലാത്തിനെയും ഞാൻ പഠിച്ചിട്ടേ വിട്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് പിടികൂടി കൊണ്ടുവന്നത് നമ്മുടെ സൂവിൽ കൊണ്ടുവന്നതാണ്. ഞാൻ ആദ്യമായിട്ട് പിടിക്കുന്നത് 2006 അത് മരണപ്പെട്ടു. ഹിൽഡി ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് വയറ്റിലൊക്കെ വരയുടെ അസുഖമായിരുന്നു. അപ്പോൾ ഇത് എല്ലാ ഓർഗൻസും വീക്കായി. അപ്പോൾ മരിച്ചപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ജേക്കബ് അലക്സാണ്ടർ സാറായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പോൾ വിര കയറിയിട്ട് എൻ്റെ എല്ലാ ഓർഗണും ദ്രവിച്ചു പോയി. അപ്പോൾ അതായിരുന്നു ആദ്യം പിടികൂടി. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നിനെ പഠിക്കാൻ നോക്കി. അങ്ങനെ നല്ല വൃത്തി അത് നമ്മളെ തിരിച്ചറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത്. പിന്നെ ഞാൻ പിടിച്ച പാമ്പുകളെ ഞാൻ തിരിച്ച് കാട്ടിലേക്കോട്ട് രാജവമ്പലെന്ന് എനിക്ക് തിരിച്ച് പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ഉൾക്കാടും ഞാൻ കൊണ്ട് കൂടുതലും വിടുന്ന പത്തനംതിട്ട ഗവി റൂട്ടുകളിലാണ് കൂടുതലും തുറന്നു വിടുന്നത്. അതേ സമയത്ത് ഇപ്പം നമുക്ക് നാട്ടിൽ പാമ്പിൻ്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അത് എനിക്ക് അടിവരയിട്ട് പറയാൻ പറ്റും, പാമ്പ് കൊടുത്ത കടെണ്ണം കൂടിയതുകൊണ്ടാണ്. എനിക്ക് യാതൊരു സംശയമില്ല, 100% ഉറപ്പാണ്. കാരണം നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഭാരതത്തിൽ പാമ്പുകളെ പിടിക്കുന്നതിനോ പാമ്പുകളെ റിലീസ് ചെയ്യുന്നതിനോ ഉള്ളൊരു പോളിസി, റിലീസിങ് പോളിസി എന്നൊരു സാധനം വേണം. അത് നമ്മുടെ ഭാരതത്തിലുള്ളത് ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രം, മഹാരാഷ്ട്രയിൽ മാത്രമേ ഉള്ളൂ പിടിക്കുന്ന സാധനങ്ങൾ റിലീസിങ് പോളിസി. അത് നമുക്കിവിടെ അനിവാര്യമാണ്. ഇവിടെ ഇല്ല, ഒരിടത്തും ഇല്ല. ഇതില്ലാത്തതുകൊണ്ട് തന്നെ അൺസയന്റിഫിക് ആയിട്ട് എവിടെ വേണമെങ്കിലും ഇവിടെ. പിന്നെ വേറെ പ്രത്യേകതയുണ്ട്, പാമ്പ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിസരത്ത് ജീവിക്കേണ്ട സാധനം തന്നെയാണ്. അവർക്കും അവസ്ഥ ഇനി വേറൊരു നാശം ഉണ്ടാകുന്നറിയാം. ഇപ്പം നമ്മൾ ഈ നാട്ടിൽ കിടക്കുന്ന പാമ്പുകളെല്ലാം പിടിച്ച് കാട്ടിലൊരു പോയിന്റ് കൊണ്ട് തുറന്നു വിടുന്നു, അല്ലെങ്കിൽ 2 പോയിന്റ്, അല്ലെങ്കിൽ 10 പോയിന്റ്, 100 പോയിന്റ് കൊണ്ട് തുറന്നു വിടുന്നു. അവിടെ ഈ പാമ്പ് പിന്നെ സർവ് ചെയ്യുന്നുണ്ടെന്ന് എന്തെങ്കിലും പഠനങ്ങളുണ്ടോ? ഈ വിടുന്ന സമയത്തുള്ള ഏതെങ്കിലും ബേഡ്സ് പിന്നെ അവിടെ തറയിൽ മുട്ടയിടുന്ന എത്ര ബേഡ്സ് ഉണ്ട്? ചെറിയ കുറ്റിച്ചെടിയിൽ മുട്ടയിടുന്ന എത്ര ബേഡ്സ് ഉണ്ട്? ഹമ്മിങ് ബേഡ്സുകൾ ഉൾപ്പെടെ, ചൂളക്കാക്ക ഉൾപ്പെടെ എത്ര ഉണ്ട്? പിന്നെ അത് അവിടെ ചെല്ലുമ്പോൾ അതവിടെ ഉണ്ടോ എന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ട്? പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ പഞ്ചാരമണിലൊക്കെ പാമ്പിനെ വിടാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഈ വർഷം വിട്ടിട്ട് ഈ മാസം വിട്ടിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ പക്ഷികളവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ 10, 40 എണ്ണത്തിന് 50 എണ്ണത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ വിടുകയാണ്. അപ്പോൾ ഇവിടെ കയറി പിന്നെ ഫുഡ് വേണ്ട, ഇത്രയും എലി അവിടെ ഉണ്ടാവുമോ? ഇല്ല. അവരിതിനെ പിടിക്കുന്നു. അപ്പോൾ ഇത് നശിക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? അടിക്കാടുകൾ നശിക്കും. അടിക്കാടുകൾ സംരക്ഷിക്കുന്ന പക്ഷികളാണിത്, പുഴുക്കളെയൊക്കെ തിന്നുന്നു. അപ്പോൾ ഇവരില്ലാരുമ്പോൾ പുഴുക്കൾ വർദ്ധിക്കുന്ന, ഈ കാട് നശിക്കുമ്പോൾ അതിനും ഒരു ജൈവ വൈവിധ്യത്തിന് അതും പ്രശ്നമാണ്. എക്കോസിസ്റ്റത്തെ വളരെ പ്രശ്നമല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ ഒന്നും വളരാൻ അനുവദിക്കത്തില്ല. നിങ്ങൾക്കൊരു തമാശ അറിയാമോ? ട്രിവാൻഡ്രത്ത് കാരോട്ട യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു റിസർച്ച് നടന്നു പാമ്പിൻ്റെ വനത്തിനെ കുറിച്ച്. റിസർച്ചിന് വനം കിട്ടണം. അവിടെ റിസർച്ച് 5-6 വർഷമാണ്. വനത്തിന് പെർമിഷൻ കൊടുത്തിട്ട് പെർമിഷൻ കിട്ടിയപ്പോഴാണെന്നറിയാം 3-ാം വർഷത്തിലാണ് കിട്ടിയത്. അപ്പം നമുക്ക് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കാൻ ഞാൻ എന്താ പറയുകയെന്നാണ് ആലോചിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ ഒന്നും വേണ്ട, നമുക്ക് പുറത്തുള്ള മരുന്ന് ലോബികൾ 10 പൈസയ്ക്ക് ഉണ്ടാക്കുന്ന സാധനത്തിന് ഇവിടെ 5000 രൂപയ്ക്ക് നമുക്ക് വാങ്ങി വിൽക്കണം, എന്നാലേ നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവുള്ളൂ, കൈക്കൂലികൾ കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ആൻറ്റിവനം എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ വളരെ വില കുറവാണ്, 500 രൂപയ്ക്ക് താഴെയുള്ളൂ. അത് നിങ്ങൾ വെളിയിൽ പോയി കഴിഞ്ഞാലോ 5000 മുതൽ 10000 വരെ ഈടാക്കും നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരാളുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ? പാമ്പിടിയെക്കുറിച്ച്, പാമ്പിൻ്റെ വനത്തിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ, പാമ്പിൻ്റെ വനത്തിനെക്കുറിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ പാമ്പിൻ്റെ മരുന്നിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇപ്പോൾ പാമ്പടി കിട്ടുന്നു നമുക്ക്. 110 വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച മരുന്നാണ് ഇന്ന് ഉപയോഗിക്കുന്നത്, ഈ ആൻറ്റിവെനം. ഇനി ഒരു വേണം, നമ്മൾ പാൽപ്പൊടി വാങ്ങിച്ചാൽ പാൽപ്പൊടിക്ക് ഒരു കാലാവധിയുണ്ട്, മുറിവിലിടുന്ന പൊടി വാങ്ങിച്ചാൽ ഒരു കാലാവധിയുണ്ട്, പൗഡറിന് കാലാവധിയുണ്ട്, പിക്കിൾസിന് കാലാവധിയുണ്ട്. ആൻറ്റിവെനം എന്നുള്ള മരുന്നിന് 2 വർഷമാണ് കാലാവധി. എത്ര വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്?
ഇതിനെന്തെങ്കിലും ഒരു കണക്കുണ്ടോ? ഒരു പർച്ചേസിങ്ങിൽ ഒരു ലിസ്റ്റ് ഉണ്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ? പർച്ചേസിങ്ങിന് ഈ ഇത് 2005 വാങ്ങി 2007 വരെ ഉപയോഗിക്കാൻ പറ്റില്ല, 2007 കഴിഞ്ഞാൽ ഇന്ന് ഈ കുട്ടിക്ക് കൊടുക്കാൻ മതി 7-ലുള്ളതാണോ എന്ന് കണക്ക്. എന്തുകൊണ്ട് പാമ്പടിയിട്ട് മരണം കൂടുന്നു എന്നുള്ള ഒരു സ്റ്റഡി വരാത്ത കാര്യം എന്താണ്? മരുന്നിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നു, ചികിത്സാ പിഴവ് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു. അന്നുണ്ടായിരുന്ന റിയാക്ഷനാണ് എനിക്കിപ്പോൾ ഉണ്ടാകുന്നത്. 15 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് കടി കിട്ടിയപ്പോൾ 20 വർഷങ്ങൾക്ക് മുന്നേ കടി കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മരുന്ന് പഴയതാണെന്ന് പറഞ്ഞതും മരുന്ന് റീഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. ഇവിടെ 10,000 സയൻറ്റിസ്റ്റുമാർ ഒരുത്തരും പറഞ്ഞിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, പുതിയതായിട്ട് മരുന്ന് കണ്ടുപിടിക്കുകയാണ്. ഇനി ഞാൻ മാഡത്തിനോട് കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഭാരതത്തിൽ ഒറ്റ ആൻറ്റിവനമേ ഉള്ളൂ. അണലി, മൂർഖൻ, ശങ്കുരനെ കൊടുക്കുന്ന ഒരു മരുന്ന്, മിക്സഡ് ആൻറ്റിവനം, പോളിവാലൻറ്റ്, എല്ലാത്തിനും പോളി. ഇതിന് നമ്മുടെ കേരളത്തിലെ അണലിയുടെ വനമാണോ തമിഴ്നാട്ടിലെ അണലിയുടെ വനം, അല്ലെങ്കിൽ രാജസ്ഥാനിലെ അണലിയുടെ വനം? ആ പ്രോട്ടീൻസിന് വേരിയേഷൻ ഇല്ലേ, മാറ്റങ്ങളില്ല. ഇവിടെ ഉണ്ടാക്കുന്നത് ഇന്ത്യ ഒട്ടുകൊടുക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഇരുള സമുദ്ര സൊസൈറ്റിയുടെ സ്നേക്ക് പാർക്കിൽ നിന്ന് മാത്രം വനം വിൽക്ക് ചെയ്താണ് ഇന്ത്യയിൽ ഇത്രയും മരുന്നുണ്ടാക്കുന്നത്. എങ്ങനെ വിജയിക്കാൻ പറ്റും? എങ്ങനെ ഡെത്ത് വരാതിരിക്കാൻ പറ്റും? എങ്ങനെ ഡെത്ത് കൂടാതിരിക്കും? ഡെത്ത് കുറയണമെങ്കിൽ നമ്മൾ പുതിയ സംരംഭത്തിലേക്ക് മാറണം. ഇതിനിടയ്ക്ക് നമ്മൾ സംസാരിച്ച നേരെ എന്തോ മന്ത്രിയുടെ ഒരു ബൈറ്റ് കണ്ടായിരുന്നു നേരത്തെ, എന്താ പറഞ്ഞാൽ മറന്നു, എന്തായിരുന്നു അത്? എന്തോ നേരത്തെ വീട്ടിൽ വന്നിട്ട് പാമ്പ് കടിച്ചാൽ വീട്ടിലിരിക്കാന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് എത്ര പഠിച്ചിട്ടുള്ളവരാണ്? നിങ്ങൾക്ക് അത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നു. പാമ്പ് കടിയേറ്റാൽ വീട്ടിലിരിക്കുക, ആംബുലാൻസ് വരും കൊണ്ടുപോകാൻ. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മോർച്ചറിയിലേക്കോ അതേ ശ്മശാനത്തിലേക്കോ? എന്ത് പൊട്ടത്തരങ്ങളാണ് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. എന്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പാമ്പ് വിത്തിൻ സെക്കൻഡ്സിനിടയിൽ വനം കയറി പാർട്സ് വന്ന് പെട്ടെന്ന് അറസ്റ്റ് വന്ന് ഡെത്ത് വരുന്ന സാധനത്തെ കുറിച്ച് ആംബുലൻസ് വരെ 1 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ 3/4 മണിക്കൂർ എടുക്കുന്നത് നമ്മൾ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ മൊബൈൽ ആന്റിവനം എന്ന് പറയുന്ന സംവിധാനം ഇല്ലല്ലോ. എവിടെയുള്ളത്? ഏത് ആംബുലൻസിലാണ് ആന്റിവനുള്ളത്? ഏത് താലൂക്ക് ഹോസ്പിറ്റലാണ് ആന്റിവനുള്ളത്? നിങ്ങളൊന്ന് പറയൂ. ആന്റിവനം മാത്രം വാങ്ങിച്ചു വെച്ചാൽ മതിയോ താലൂക്ക് ഹോസ്പിറ്റലിൽ? ഡോക്ടർ വേണ്ടേ? അതെ, നല്ല ഡോക്ടർ വേണ്ടേ? ഡോക്ടർ ഉണ്ടോ അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ? ജനങ്ങളെല്ലാം പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എന്ത് മണ്ടത്തരം അത്. അത് മാത്രം ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ആൻറ്റിവനം നമ്മൾ മെഡിസിൻ കഴിഞ്ഞിറങ്ങുന്ന പുതിയ ബാച്ച് ഡോക്ടർമാർക്ക് ആൻറ്റിവനം കൊടുക്കാനുള്ള പുതിയ എന്താ പറയുക ക്ലാസ് ഉണ്ടോ? അങ്ങനെ ഒരു കോഴ്സ് വേണ്ടേ? ആ കോഴ്സ് വന്നാൽ മാത്രമല്ലേ ഡെത്ത് കുറയ്ക്കാൻ നമുക്ക്. ഇവർക്ക് അറിയാൻ പറ്റുമോ? എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പാമ്പടിയിട്ട് ചെന്ന സമയത്ത് ഒരു ഡെയിലി ഡോക്ടർ തന്നെ അവിടെ കുത്തി ഇവിടെ കുത്തി ബ്ലഡ് എടുക്കാൻ, ഞാൻ ശ്വാസം മുട്ടി ഇപ്പം ചാവെന്നും പറഞ്ഞിരിക്കുക. എനിക്ക് ആദ്യം തരേണ്ടത് ബ്ലഡ് എടുക്കലല്ല, എന്നെ ഇൻറ്റിബേറ്റ് ചെയ്യാണ് വേണ്ടത്. എൻ്റെ റോഡിൽ കൂടെ വഴിയിൽ കൂടെ ഇടഞ്ചാടി കൂടെ ഇപ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്ത് മനോജ് എന്ന് പറഞ്ഞ ഡോക്ടർ PG ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അദ്ദേഹം എന്നെ കണ്ടുകൊണ്ട് ഓടി വന്ന് എൻ്റെ നെഞ്ചിൽ കയറി മുട്ട് വെച്ചിരുന്നിട്ട് അദ്ദേഹം എനിക്ക് എൻ്റെ വായിൽ കൊണ്ടുവച്ച് തുറന്നിട്ട് അദ്ദേഹം ആമ്പിൻ്റെ ട്യൂബ് ഇറക്കി. അതുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അവരാണ് ചെയ്തെങ്കിൽ ഞാൻ തത്തുവേനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരുപാട് പിഴവുകളുണ്ട്. പിഴവുകളുടെ ഒരു കൂമ്പാരമാണ് നമ്മൾ. ഈ മരണത്തിൽ പാമ്പ് കടി ഏൽക്കുന്നതിനെക്കാട്ടിലും അതുപോലെ ചികിത്സാ പിഴവും കൂടി ഒരു ഭാഗമായിരിക്കും. 100% എന്നെനിക്ക് പറയാൻ പറ്റും, ഉറപ്പായിട്ട് പറയാൻ പറ്റും. 100% ഉറപ്പിട്ട് ഞാൻ പറയുന്നു, ഉറപ്പ്. ചേട്ടൻ ഒരുപാട് പാമ്പ് കടി ഏറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പാമ്പ് കടി ഏറ്റ ആള് ഹോസ്പിറ്റലിൽ എത്തുന്നു, അവിടുത്തെ ചികിത്സ വൈകുന്നു, അതോടെ മരണപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ എത്ര സമയത്തിനുള്ളിൽ ആയിരിക്കും? ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിനകത്താണ്. പക്ഷെ അതും പരാജയമാണ്. കാരണം കടിയുടെ പോയിന്റിനനുസരിച്ചിരിക്കും ഡെത്തിന്റെ സാധ്യത കൂടുതൽ. ഇപ്പോൾ കാലിൻ്റെ കുഴിഞ്ഞരമ്പിൽ കടി കിട്ടി, നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കുക ചാൻസസ് 1% മാത്രമേ. പെട്ടെന്ന് സെക്കൻഡ് നമ്മൾ കെട്ടിവെച്ചിട്ടും കാര്യമില്ല, പെട്ടെന്ന് ഓടി എല്ലായിടത്തും ഡെത്തിലേക്ക് പോകും. കിട്ടുന്ന പോയിന്റിനനുസരിച്ച് കടി ഇപ്പോൾ കയ്യിൽ ഇവിടെയൊക്കെയാണ് കടി കിട്ടിയത്, ഡെത്തിന് സാധ്യത കുറവാണ്. നമുക്ക് കെട്ടിവെക്കാനോ തടയാനോ ഒക്കെ ഉള്ള സമയം കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടി, അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടി. പക്ഷേ എൻ്റെ അത് കടി നല്ല കടിയല്ല, പാൻസ് കൂടിയാണ് കിട്ടിയത്. അത് വേണം മൊത്തം പോയിട്ട് ചെറുതായിട്ടേ പോയിട്ടു. അപ്പോൾ അത് ഇതൊക്കെ സാധാരണ ഒരു മുണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ആളിനൊക്കെ ആണെങ്കിൽ ഡെത്തിന് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ മസിലിൽ കിട്ടി, അല്ലെങ്കിൽ മെയിൻ ഞരമ്പ് അങ്ങനെ കിട്ടി. ഇപ്പോൾ ഇവിടെ കിട്ടി, ഹർഷാദിന് കടി ഇവിടെ കിട്ടി, നമ്മൾ ഷിബുവിന് കടി കിട്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും ഡെത്തിന് സാധ്യത. അവിടെ ഗോൾഡൻ അവർ എന്നൊരു സമയത്തിനൊന്നും പ്രാധാന്യം ഇല്ല. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ സംഭവിക്കുന്നത് ഒരറിവില്ലാതെ കുറേ ആൾക്കാർ കഥകൾ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറുടെ ഒരു ബൈറ്റ് കണ്ടു, പാമ്പ് കടിയേറ്റ് കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പാടില്ല, ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ വെച്ചോണ്ട്. നിങ്ങൾ വായിച്ചോ, ഇങ്ങനെ വെച്ചോണ്ട്. പാമ്പടിയുടെ കൈ കടിയേറ്റി കഴിഞ്ഞാൽ മേളിലോട്ട് തലയ്ക്ക് മേളിൽ വെടിക്കണം. എന്ത് പൊട്ടനായാൾ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? വേഗം പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്ത് ഹാർട്ടിലേക്കും തലച്ചോറിലേക്കും പൊള്ളി. അതോടെ ആ ചെറുപ്പക്കാരൻ്റെ കാര്യം തീരുമാനമായി.
രണ്ടാമത് വേറൊരു ഡോക്ടർ കെട്ടാൻ പാടില്ല ഒരാൾ പറഞ്ഞിരിക്കുന്നു ഇന്നാൾ. എന്ത് വിവരമില്ലായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇവിടെ കഴിക്കുമ്പോൾ വെനം കടന്നുകൊണ്ട് തന്നെ ഈ വെനം ചെന്നിട്ട് ഹാർട്ട് അറസ്റ്റ് വന്നാൽ കിഡ്നി സ്റ്റമ്പായ മരണപ്പെടുന്ന സാധനത്തിന് ഈ വെനത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് തടയാൻ പാടില്ല. കെട്ടണം. ഇതുപോലെ കപ്പിൻ്റെ വീതിക്കുള്ള തുണി ഉപയോഗിച്ച് കെട്ടുക. കെടിയേറ്റിനിടുന്ന് ഒരു 9 ഇഞ്ചെങ്കിലും അകലം വേണം. വീണ്ടും ഒരു കഷ്ണം തുണിയെടുക്കുക, കുറച്ചുകൂടെ മേപ്പോട്ട് കെട്ടുക. ഉയർത്തി വെക്കാനോ തൂക്കിയിടാനോ പാടില്ല. ഹാർട്ടിൻ്റെ താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പേടിപ്പിക്കാതിരിക്കുക എന്നാണ് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം. അത് കഴിഞ്ഞ് മറ്റെന്തിന് സ്ഥാനമുള്ളൂ. പിന്നെ സർക്കുലേഷൻ കുറയ്ക്കുക. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു തിരുത്തൂടിയുണ്ട് നമുക്ക് കേട്ടോ. നമ്മുടെ ആരാധ്യനായ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു ബൈറ്റ് കണ്ടായിരുന്നോ? കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? നമ്മുടെ കേരളത്തിൽ വരുന്ന ആളുകളിൽ 0 ബൈറ്റ് പോളിസി. ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. 0 ബൈറ്റ് എന്നൊരു സാധനം നടക്കാനേ പോണില്ല. അത് പ്രായോഗികമേ അല്ല. പാമ്പ് കടി കിട്ടാത്തൊരു കാലമോ? പാമ്പുകളൊക്കെ എന്ത്, നമ്മൾ പാമ്പുകളെല്ലാം ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കിയോ? 0 ബൈറ്റ് എന്നുള്ളത് തെറ്റായൊരു അറിവാണ്. 0 ഡെത്ത് ഓക്കെ നമുക്ക് ഭാവിയിൽ നടത്താം, വിജയിപ്പിക്കാം. അതിന് കാരണം മാഡത്തിന് അറിയാമോ? എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്? എന്തായിരിക്കും കാരണം? ആന്റിവെനത്തിന്റെ റീഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഉടനെ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ സമയമെടുക്കും. ഇതൊന്നും പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് കാര്യവട്ട യൂണിവേഴ്സിറ്റിയിൽ ഒരു ടീം ഉണ്ടായിരുന്നു, നല്ല ടീം വർക്കായിട്ട്. ഉമ്മൻ സാറിൻ്റെ ടീമിൽ സയൻറ്റിസ്റ്റ് ദിലീപ്, അന്ന് ഡോക്ടർ, ഇപ്പോൾ അതേ സയൻറ്റിസ്റ്റ് ഡോക്ടർ ദിലീപ്, അവരുകളൊക്കെ കൂടി നമ്മുടെ തൃശ്ശൂർ ലിറ്റിൽ ഫോളുടെ ഡോക്ടർ ജഗജീവൻ, അങ്ങനെ കുറേ സാറന്മാരോട് ചേർന്നുകൊണ്ട് ഒരു പുതിയ സംരംഭം കണ്ടെത്തി. എന്താണെന്നറിയാമോ? ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ എന്ത് കിറ്റ്? പാമ്പിനെ പിടിക്കുന്ന കിറ്റാണ്? അല്ല, പ്രഗ്നൻസി കിറ്റ് പോലെ ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോൾ അത് ഇപ്പോൾ ലാബ് ടെസ്റ്റിന് പോയിരിക്കണം. അത് സമ്പൂർണ്ണ വിജയം തന്നെയാണ്. പക്ഷേ അംഗീകാരം കിട്ടിയാൽ മാത്രമേ നമുക്ക് അംഗീകാരം കിട്ടിയാൽ പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ കടി കിട്ടിയ ആളിൻ്റെ ആ കടിമുറിവിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ യൂറിനോ ഒരു തുള്ളി കിട്ടിയാൽ അത് നമുക്ക് അതിലേക്ക് കിറ്റിലേക്ക് ഡോട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും, കോബ്രയാണ്, അല്ലെങ്കിൽ വൈപ്പറാണ്, അല്ലെങ്കിൽ റസൽസ് വൈപ്പറാണ്, നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന എല്ലാ പാമ്പിൻ്റെയും കൂടി ഒരു മരുന്നാണ്, പോളിയാണ്. അത് അപകടമാണ്. ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആകുമ്പോൾ ആ സാധനം മാത്രം കൊടുത്താൽ മതി. അപ്പം നമുക്ക് അദ്ദേഹം സേഫാണ്. അപ്പോൾ ഡെത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും സെക്കൻഡ്സിനിടയിൽ. ഇപ്പോൾ നമുക്കൊരാൾ പാമ്പടിയിട്ട് വന്നാൽ നമ്മൾ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് 1 മണിക്കൂർ കഴിയും വരും. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ആൻറ്റിവെനം കൊടുക്കാൻ പറ്റും. അതാണ് ഈ കിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് അറിയാം? ശരിക്കും ചേട്ടൻ ഇതിനു മുൻപും ഈ പ്രതികരണം ഞാൻ കേട്ടിട്ടുണ്ട്, ചേട്ടൻ്റെ തന്നെ കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ 0 ബൈറ്റിന്റെ കേസ്. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? അധികൃതർ ആരെങ്കിലും? ഒരുപാട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ബൈറ്റ് ഇതേ ആ സ്ഥലത്തിൽ നിന്നൊരു ഒരു ബൈറ്റ് കൊടുത്തു, ഏതോ ഒരു ചാനലിലാണ് കൊടുത്തപ്പോൾ സമയത്ത് അത് കണ്ടിട്ടൊരു ഡോക്ടർ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര്, അത് എറണാകുളം ബേസ് ചെയ്ത ഒരു ഡോക്ടർ, ഭയങ്കര ഒരു സയൻറ്റിസ്റ്റാണ്. പുള്ളി എൻ്റെ പറഞ്ഞു വെച്ചാൽ, സുരേഷേ, എന്നെ സാറേ നാദ്യം. ഞാൻ സാധാരണക്കാരൻ, ഞാൻ കൂലിപ്പണിക്കാരൻ, എന്നെ സാറെന്ന് വിളിക്കില്ല, നിങ്ങളൊക്കെ വലിയ ആൾക്കാർ. അപ്പോൾ അതിന് സുരേഷ്, അപ്പോൾ സുരേഷ് എന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, സുരേഷ്, ഞാനിത് കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സുരേഷിൻ്റെ തലയിൽ എങ്ങനെയാണ് ഉദിച്ചത് ഈ മെഡിസിൻ റീഡെവലപ്പ് ചെയ്യണം? ഞാൻ പറഞ്ഞു, സാറേ, ഇത്രയും കടി കിട്ടിയ ഒരാളല്ലേ ഞാൻ. എനിക്കവിടെ ആദ്യം കടി കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷനാണ് രണ്ടാമത് കിട്ടിയപ്പോൾ. പിന്നെ ഈ മരുന്നിനൊരു കാലാവധി, ഇതെല്ലാം ഞാൻ സ്വയം എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ട് ഒരു ബുക്കിലും വായിച്ചിട്ടുള്ള, ഇതെല്ലാം ഇന്നതുപോലെയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ അന്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സുരേഷ് പാമ്പിനെ പിടുത്തക്കാരൻ മാത്രമല്ലെന്ന് പുള്ളി പറഞ്ഞു. ഇതൊക്കെയാണ് ഇവർക്ക് പിടിക്കാത്തത്. ഈ 1-2 പേർക്ക് പിടിക്കാത്തൊരു കാര്യം. എല്ലാവരും എന്നെ വിളിച്ച് സംശയം ചോദിക്കും, ഇങ്ങനെയൊക്കെ. അതുപോലെ നമ്മൾ മരുന്ന് റീഡെവലപ്പ് അത്യാവശ്യമാണ്, അത് അനിവാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇന്ന് വാഹന അപകടങ്ങളൊന്നും, ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസം മാത്രം 18 പേരാണ് പാമ്പടിയിട്ട് മരണപ്പെട്ടത്. എന്നാൽ 18 പേര് ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികളാണ് കൂടുതൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊക്കെ മരുന്ന് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ടീം വർക്കായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരറിവ് കൂടി ഞാൻ നിങ്ങളിലേക്ക് പകരുകയാണ്. അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ താല്പര്യമുണ്ടായി. നമ്മുടെ നാട്ടിൽ ഹംബിനോസർ പിറ്റ് വൈപ്പർ, ഹംബിനോസിഡ് എന്നും ഹംബിനോസർ എന്നൊക്കെ പറയുന്നത്, ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്ന് മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന, ഇങ്ങനെ ചാടി കുതിച്ച് പോകുന്ന കരീല മണ്ഡലി എന്നറിയപ്പെടുന്ന ചുരുട്ട എന്നറിയപ്പെടുന്ന ഒരു പാമ്പുണ്ട്. അതിന് നമ്മൾ ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്നെങ്കിൽ അത് മുഴമൂക്കൻ എന്നാണ് അതിൻ്റെ യഥാർത്ഥ മലയാളം പേരല്ല. മുഴമൂക്കൻ എന്നൊരു പേര് മലയാളത്തിൽ ഇല്ല. ചുരുട്ട എന്ന കരിയിലാണെങ്കിൽ ഇതൊക്കെ തന്നെ വിളിക്കുന്നത്. അതിൻ്റെ കടിയേറ്റിട്ട് നമുക്കൊരു 4 വർഷത്തിനിടയിൽ 6-7 പേര് മരണപ്പെട്ടു. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച മരണം. ഈ സ്പെസിഫിക് പാമ്പിൻ്റെ ഇപ്പോൾ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് നാടൻ ചികിത്സയിൽ രക്ഷിക്കുന്നു.
മെഡിസിൻ കൊടുക്കുമ്പോൾ മരണപ്പെടുന്നു. ഉം. നാടൻ ചികിത്സയിൽ പച്ചില കൊടുത്തപ്പോൾ അത് ആ കടി ഒന്നും മരണപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിനിലേക്ക് പോയപ്പോൾ ആ കേസ് മാത്രം മരണപ്പെടുന്നു. ഈ ഹംബിനോസിൻ്റെ കടി മരണമില്ലാത്ത സാധനത്തിൻ്റെ കടിയിട്ട് മരണപ്പെടും. അപ്പോൾ ഇവർ തന്നെ അങ്ങ് പറയുന്നു ഇതിന് മരുന്നില്ല, ശ്രീലങ്ക ആന്റിവെനം എടുത്തിട്ടും മരണപ്പെടുന്നു. അപ്പം നമ്മൾ എന്തുകൊണ്ട് നാടൻ ചികിത്സാ രീതിയെയും മോഡേൺ മെഡിസിനെയും കൂടി സങ്കോചിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് പാമ്പ് കടിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എങ്കിൽ നമുക്ക് ഡെത്ത് വളരെ കുറയ്ക്കാൻ പറ്റും. ചെയ്യൂല. അപ്പോൾ ഞാനാണ് വലുത്, ഞാൻ മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ മോഡേൺ മെഡിസിൻ മാത്രം ഞാനാണ് പെരുവി നിൽക്കുന്നത്, മറ്റത് നാടൻ ചികിത്സ താഴ്ന്നു കിടക്കുന്നു. അത് പാടില്ല. ഈ നാടൻ ചികിത്സയെ പറ്റിയിട്ട് സുരേഷ് ചേട്ടൻ ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് അത് അശാസ്ത്രീയമാണെന്ന് പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കടിയുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഈ കടിയിൽ മോഡേൺ മെഡിസിൻ മരണം വരുന്നു, മറ്റേതിൽ വരുന്നില്ല, ഈ കടിയിൽ വരുന്നു. അപ്പോൾ ഇത് നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? എന്താണ് ഇവർ കൊടുക്കുന്ന പച്ചില മരുന്നുകൾ, എന്താണ് സേവിക്കുന്നത്? എരിക്കാണോ, വലിയ അരയൻ എന്നറിയപ്പെടുന്ന ഗരുഡക്കൊടിയാണോ, അല്ലെങ്കിൽ എരിക്കിൻ്റെ തണ്ടാണോ, പൂവാണോ, വേരാണോ, ഇതെന്താണ് ഇതിൻ്റെ ചേരുവെന്ന് പഠിക്കണ്ടേ? അങ്ങോട്ട് പഠനം കൂടി എന്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ നാടൻ ചികിത്സാ രീതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് പത്മശ്രീ കൊടുത്തു. അതെന്തുകൊണ്ടാണ്? അവർ പാമ്പ് ചികിത്സയിൽ 388 കടി ചികിത്സിച്ചു, ഒരാൾ മരിച്ചിട്ടില്ല. അത് നാടൻ ചികിത്സാ രീതി ആയതുകൊണ്ടാണ് പത്മശ്രീ കൊടുത്തത്, അല്ല മോഡേൺ മെഡിസിൻ ആയതുകൊണ്ടല്ല. പക്ഷെ അവിടെ ഒരാൾ മരിച്ചു, മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റുണ്ടെന്ന ആൾ മരിച്ചു. പക്ഷേ ആ അമ്മ ചികിത്സിച്ചിരിക്കുന്നത് ഹംബിനോസർ പിറ്റ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പർ, ബാംബു പിറ്റ് വൈപ്പർ, ഇങ്ങനത്തെ വനം കുറഞ്ഞ് അണലി കടിച്ച് ഈ ഹംബിനോസർ അടിച്ച് എന്നിട്ട് അമ്മ ഒരാളിനെ പോലും അവിടെ കൊലയ്ക്ക് കൊടുത്തിട്ടില്ല. അമ്മ രക്ഷിച്ചു. ഹംബിനോസറിൻ്റെ കടിയാണ് അവിടെ ധാരാളം ചെല്ലുന്നത്. എന്തുകൊണ്ട് അത് പഠിക്കുന്നില്ല നമ്മൾ? എന്തുകൊണ്ട് പഠിക്കാൻ പറ്റും? എന്തുകൊണ്ട് അമ്മയുടെ പഠന അമ്മ എഴുതി വെച്ച കാര്യങ്ങൾ പഠിച്ച് അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല? ഇവിടെ മത്സരം കൊണ്ടല്ലേ ഇത്? ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് എന്ത് ഉപകാരമായി മാറുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സീറോ ഡെത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റുള്ളൂ. അല്ല മോഡേൺ മെഡിസിൻ മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും സീറോ ഡെത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം കൂടി സങ്കോചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിൽ നമുക്ക് ഇപ്പോൾ അത് ഹംബിനോസർ അടിച്ചപ്പോൾ മരണമില്ല, പച്ചില കൊടുത്തു. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഹോസ്പിറ്റലാവണം. ഹംബിനോസർ അടിച്ച് അങ്ങോട്ടങ്ങ് മാറ്റുക, അല്ലെങ്കിൽ മലബാർ പിറ്റ് വെച്ച് അങ്ങോട്ടങ്ങ് മാറ്റി. ഇവിടെ വൈപ്പർ, കോബ്ര, മറ്റേ ക്രൈറ്റിൻ്റെ മാത്രം മതി നമുക്കിവിടെ. അപ്പോൾ ഇത് നമുക്ക് പക്കയായിട്ട് ജയിക്കാൻ പറ്റുന്നു, അത് ചെയ്യാൻ പറ്റുന്നില്ല. അത് നാടനിലത് രക്ഷപ്പെട്ടു പോകുന്നു. നാടൻ ചികിത്സ ഇപ്പോൾ ഒരാൾ മരിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? നമുക്കിവിടെ ഒന്നുമില്ല, ഞാൻ മാത്രം, ഞാനേ പാടുള്ളൂ എന്ന് പെരുവിയിരിക്കുന്നുണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ഡെത്ത് വരണം. ചേട്ടൻ്റെ ബ്ലഡ് എപ്പോഴെങ്കിലും പഠന വിഷയമാക്കിയിട്ടുണ്ടോ? നല്ല ചോദ്യം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മറന്ന കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അങ്ങനെ എൻ്റെ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ ബ്ലഡ് എടുത്ത് 2-3 ടേം പരിശോധിച്ച് ആൻറ്റിബോഡി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ആൻറ്റിബോഡിയിൽ മുട്ടയിൽ നിന്ന് ആൻറ്റിബോഡി കൊണ്ട് ആൻറ്റിവെനം കണ്ടെത്തുന്ന സമയത്ത് ഫസ്റ്റ് ഡോസ് എൻ്റെ ശരീരത്തേക്ക് ഡോസ് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷനൊക്കെ ഞാൻ സംസാരിച്ചെല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണ്. അവിടെയും റിസർച്ച് 2 ടീമുകളുടെ മത്സരം കൊണ്ട് അത് നശിച്ചു. ഈ പറയുന്ന വനം വകുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും അധികൃതരോ? വനം വകുപ്പോട് ഞാൻ ഒരു ശത്രുതയില്ല, അവരെനിക്കുമില്ല, ഞാൻ അവർക്കുമില്ല. പക്ഷേ എനിക്ക് ഒരു വ്യക്തിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു 5-6 ഗുണ്ടകളും എന്ന് മാത്രമേ എനിക്ക് പറയാം. കുറച്ച് ഗുണ്ടകളും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പേര് പറയണ്ട. പേര് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഭയങ്കര പബ്ലിസിറ്റി ആയി പോകുന്നു. അതിൻ്റെ ആവശ്യം എന്തിനാണ്? ഒരു ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ ഒരു ഫ്രീ പബ്ലിസിറ്റി, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടണം. നിങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടണം. എന്നിട്ട് അല്ലാതെ നിങ്ങൾ എന്തിനാ ചാനലിൽ കൂടെ ഇവരൊക്കെ പേര് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാ അതിൻ്റെ ആവശ്യം? അതെ, വേണ്ട.